പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന വാർത്ത വരുന്നുണ്ട്. EK നായനാരുടേത് ഉൾപ്പെടെ 4 സ്മൃതി കുടീരങ്ങളിലാണ് രാസലായനി ഒഴിച്ച് വികൃതമാക്കി കളഞ്ഞത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. സജോ, ഗുഡ് മോർണിംഗ്. പറയൂ സജോ. ഗുഡ് മോർണിംഗ് SKN. പയ്യാമ്പലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഴീക്കോട് മുതൽ AKG വരെ മഹാരഥന്മാരായ അനവധി പേരുടെ സ്മൃതി കുടീരങ്ങളുള്ള സ്ഥലമാണ്. അത്തരമൊരു സ്ഥലത്ത് ആദ്യമായി നടക്കുന്ന അതിക്രമമാണെന്ന് മാത്രമല്ല, CPIM നേതാക്കളുടെ സ്മാരക സ്തൂപങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ചാണ് ഈ രാസലായനി ഒഴിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും EK നായനാർ, CPIMൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ കോടിയേരി ബാലകൃഷ്ണൻ, ചടയൻ ഗോവിന്ദൻ, ഒപ്പം മുൻ MP O ഭരതൻ എന്നിവരടക്കമുള്ള 4 നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിലാണ് ഇന്നലെ ഈ രാസലായനി ഒഴിച്ചത്. പോലീസ് ഇത് പ്രാഥമികമായി ഇവിടുന്ന് സാമ്പിളുകളൊക്കെ എടുത്ത് പരിശോധന നടത്തിയിരുന്നു. ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് അന്വേഷണത്തിന് മേൽനോട്ടം. ACP CBK ടോമാണ് അന്വേഷണ സംഘത്തലവൻ. 11 അംഗ സംഘം അന്വേഷിച്ചു വരുന്നുണ്ട്. 20ഓളം സ്ഥലങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഇതിനകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് CCTV ഇല്ല. അതേസമയം ബീച്ചിലേക്കുള്ള കവാടത്തിൽ CCTV ഉണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ആരാണ് ഈ അതിക്രമം നടത്തിയത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചനയിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ, അതായത് ഇന്നലെ പുലർച്ചയോടുകൂടി അക്രമം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ ഒഴിച്ച ദ്രാവകം സംബന്ധിച്ച് അതിൻ്റെ ലാബ് പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരിക മാത്രമേ ഉള്ളൂ. സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം തന്നെ ശേഖരിച്ചിരുന്നു. പക്ഷേ ഈ സോഫ്റ്റ് ഡ്രിങ്ക് സ്വഭാവത്തിലുള്ള ഒരു ലായനിയാണ്, പദാർത്ഥമാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിലെ ഒരു നിഗമനം. അതിൽ പക്ഷേ ലാബ് പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അതായത് CPIM ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തിരഞ്ഞെടുപ്പ് കാലമാണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള അതിക്രമമാണ്, ഇവിടെ കലാപം ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക. FIR-ലും പോലീസ് പരാമർശിക്കുന്നത് അത് തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടൊരു അതിക്രമം നടത്തി സമാധാന ഭംഗം ഉണ്ടാക്കുക, കുഴപ്പം സൃഷ്ടിക്കുക, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അതിക്രമം നടത്തിയിരിക്കുന്നത് എന്ന പ്രാഥമിക നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR-ഉം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച ആ സമയത്ത്, അതായത് ഇന്നലെ പുലർച്ചയോടുകൂടി ഇവിടെ എത്തിയിട്ടുള്ള ആളാണ്. അയാൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ, ഒറ്റയ്ക്കാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു പോലീസിൻ്റെ നിഗമനം. മറ്റാരെങ്കിലുമാണോ, അതായത് രാഷ്ട്രീയ ലക്ഷ്യമുള്ളവരാണോ, അതല്ല മറ്റെന്തെങ്കിലും ഇവിടെ ഇതുവഴി കടന്നു പോകുന്ന മറ്റെന്തെങ്കിലും സ്വഭാവമുള്ളവരാണോ, അല്ലെങ്കിൽ ആ സമയത്ത് ലഹരിയിലും മറ്റും കഴിച്ച ആ നിലയിൽ എത്തിയതിനു ശേഷം, മാനസിക നിലയിൽ എത്തിയതിനു ശേഷം അക്രമം നടത്തിയതാണോ എന്നതൊക്കെയുള്ള സംശയങ്ങളുണ്ട്. എല്ലാത്തിനും നിവർത്തി വരേണ്ടതുണ്ട്. പോലീസിന് പക്ഷേ വ്യക്തമായ സൂചനയിലേക്ക് ഇതുവരെയും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ സ്മൃതി കുടീരങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരം സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി അടക്കം അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഒരു വശത്ത് വിശദമായി പുരോഗമിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ വിവരങ്ങൾ നൽകിയത്.